ഇപ്പോൾ കഞ്ചാവാണെങ്കിലും മറ്റേ രാസലഹരിയൊക്കെ ആണെങ്കിലും കുട്ടികളിൽ നിന്ന് കൂടുതലായിട്ട് പിടിക്കുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കുട്ടികൾ കാരിയേഴ്സായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ലഹരി ഐറ്റംസ് മുതിർന്നവരെക്കാൾ കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് കുട്ടികൾക്കാണോ? അതായത് റിസ്കി ബിഹേവിയേഴ്സ് ഉള്ള അഡോളസെന്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ കുറച്ചും കൂടെ പാരൻസിന്റെ കൺട്രോളിൽ നിന്ന് അവരെല്ലാം അവരുടെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് അവർക്ക് അവരുടെ ആ ഒരു സ്റ്റേജിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. പാരൻസിന് കൺഫ്യൂഷൻ ഉണ്ട്, ഈ സ്റ്റേജ് എങ്ങനെ ഡീൽ ചെയ്യും. ഇപ്പം നമുക്ക് വരുന്ന കുറേ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്കറിയില്ല. ആക്ച്വലി കുട്ടിയുടെ മനസ്സിൽ കുട്ടി ഒരു അഡൾട്ടായി, ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ മനസ്സിൽ എന്ന് പറയുമ്പോൾ അവൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് നിൽക്കണോണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രീ കൺവെൻഷൻ സ്റ്റേജിൽ മൊറാലിറ്റി ഒന്നും അങ്ങ് റൈറ്റ് ഓർ റോങ് ഒന്നും ഫോക്കസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ട് ഈ നോ പറയാനുള്ള ഡിഫിക്കൽറ്റി ഉള്ളവരൊക്കെ പൊതുവേ ഈ ഡ്രഗ് അഡിക്ഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ബേസിക്കലി നമ്മൾ പറയാം അഡോളസെന്റ് സ്റ്റേജിലുള്ള കുട്ടികളോട് പറയുന്നത് ഇതാണ്, പാരൻസിനോട് പറയുന്നത് ടോക്ക് വിത്ത് ദം വാട്ട് ദേ വാണ്ട്. അതുണ്ടാവും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്നെ ഭയങ്കര അഡൾട്ടായിട്ട് കാണാൻ ആണ് ആഗ്രഹം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ചില കുട്ടികൾ എന്നെ കുട്ടിയായിട്ട് തന്നെ കണ്ടാൽ മതി, ബട്ട് ഐ വിൽ സീക്ക് ഹെൽപ്പ് ഫ്രം യു വെനെവർ ഐ വാണ്ട് എന്നുള്ള സാധനം പറയുന്ന ആളല്ല. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് എന്താ വേണം? നിങ്ങളുടെ കുട്ടിക്ക് ഒരു അഡൾട്ടായിട്ട് തന്നെയാണോ കാണാൻ, അല്ലെങ്കിൽ ഞാൻ അഡോളസെന്റ് ആയി, ഞാൻ ഇനി കുറച്ച് ഇതൊക്കെ ആയി എന്ന് അങ്ങനെയാണോ നിങ്ങൾ അവർക്ക് ആഗ്രഹം? അതേ രീതിയിൽ പോവുക. അപ്പോൾ അവർക്ക് മേക്ക് ഷുവർ ചെയ്യുക, അതായത് നീ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്, അപ്പോൾ എല്ലാ കാര്യവും നിന്റെ കയ്യിൽ വിട്ടുതരാൻ പറ്റില്ല. ദർ വിൽ ബി സംതിങ് നീ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. അതിൽ ചില കാര്യങ്ങൾ നിനക്ക് ചിലപ്പം എക്സ്പീരിയൻസിൻ്റെ കാരണം കൊണ്ട് അറിവില്ലായ്മ ഉണ്ടാവുക. അപ്പം അതിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മളുമായിട്ടും കൂടി ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളത്, ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ആ ഒരു അതായത് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ സംസാരിക്കുന്നതൊക്കെ കുറച്ചും കൂടി അവരിൽ ഒരു എന്താ പറയുക, ഈ ഇതിലേക്കൊക്കെ പോകുന്നതിന് ഒരു പരിധി വരെ തടയിടാൻ പറ്റും. ഷഹബാസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രസീവ് ആവുന്നു. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു സ്റ്റോപ്പ് ചെയ്യാൻ എന്തൊക്കെയായിരിക്കും നമ്മുടെ മുന്നിലുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോസൈക്കോ സോഷ്യൽ മോഡൽ വെച്ച് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പോഴത്തെ ഇപ്പം നമ്മളെല്ലാവരും പറയും ന്യൂ ജനറേഷനെ നമ്മൾ പേടിക്കണം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവരെ വളർത്തിയത് നമ്മളാണ്. ലൈക്ക് ഇതിനു മുന്നേയുള്ള ജനറേഷനാണ്. സോ അവരുടെ വലിയൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പം ഒരു 90s-ലുള്ള 80s-ലുള്ള ആളുകളുടെ അടുത്ത് അവരുടെ ട്രോമയെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി, ഒരാൾ ഒരു അമ്മയോ അച്ഛനോ ആവുമ്പോൾ ആദ്യം അവരെടുക്കുന്ന തീരുമാനം പൊതുവേ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആവില്ല എന്നാ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ ആവില്ല എന്നാ. അപ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ എൻ്റെ അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ കുറേ പോസിറ്റീവ്സും കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് ചിലപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പാരൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പലതരത്തിലുള്ള പാരൻറ്റിങ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയതുകൊണ്ട് ജെൻറൽ പാരൻറ്റിങ്, കോൺഷ്യസ് പാരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് പാരൻറ്റിങ് ടിപ്സും ഒരുപാട് പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണിഷ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പണിഷ്മെൻറ്റിന് അപ്പുറത്തേക്ക് അവർക്ക് റൈറ്റ് ഓർ റോങ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട ഒരാൾ തീർച്ചയായിട്ടും പാരൻസ് തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ മിസ്കൺസെപ്ഷൻസിൻ്റെ ഭാഗമായിട്ട് കുട്ടി എന്ത് ചെയ്താലും അതിനെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതായിട്ട് പാരൻറ്റിങ് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി ഉണ്ട് കോൾബർഗിൻ്റെ, അതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് ഒരു 0 to 9 ഇയേഴ്സിൽ നമ്മളാണ് അവർക്ക് റൈറ്റ് ഓർ റോങ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് നമ്മുടെ പാരൻസ് ചിലപ്പോൾ അടിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്കിപ്പം പലതരത്തിലുള്ള പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് പാരൻറ്റിങ്ങിൽ എടുക്കുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ, അതായത് അടിക്കുക എന്ന് മാത്രമല്ല, അതിനപ്പുറം പണിഷ്മെൻറ്റിന് പല രീതികൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ചിലപ്പോൾ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം അവരിൽ നിന്ന് പിൻവലിക്കുന്നതായിരിക്കും ഒരു പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ക്രൂരമായിട്ട് അടിക്കുകയോ അവരെ മുറിവേൽപ്പിക്കുകയോ അങ്ങനെയുള്ള രീതിയിലല്ല, അല്ലാതെ ഒരു കൺട്രോളിങ്. ഇപ്പോൾ പാരൻസിന് മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് വാം പ്ലസ് കൺട്രോൾ എന്നുള്ള ഒരു ഫാക്ടറിലാണ് വരിക. അതിൽ വാംത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, സ്നേഹം, അണ്ടർസ്റ്റാൻഡിങ് ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൺട്രോളിങ് എന്ന് പറയുന്ന ഫാക്ടർ അവിടെ വരുന്നില്ല.